ഹായ് ഫ്രണ്ട്സ്, ടീച്ചർ ഇന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത് കുറച്ച് റീഡിംഗ് ടിപ്സാണ്. ദാറ്റ് വിൽ ഡെഫിനറ്റ്ലി മേക്ക് യുവർ റീഡിംഗ് ബെറ്റർ ആൻഡ് ബ്യൂട്ടിഫുൾ. ആ ടിപ്സിന് മുൻപായിട്ട് നമ്മുടെ ഫസ്റ്റ് യൂണിറ്റിലെ ഫസ്റ്റ് പാസേജ് ടീച്ചർ ഒന്ന് വായിച്ചു തരാം. എല്ലാവരും ശ്രദ്ധിച്ചിരിക്കും. ലിറ്റിൽ ഹാൻഡ്സ്, ബിഗ് കറേജ്. ഫൺ ടൈം. Dilna and her little brother Isaac were playing in the backyard of their house. Dilna looked up at the sky and said, "Isaac, we should go inside. I think it's going to rain." "Yes, let's go," Isaac nodded, a little worried. Both of them quickly ran into the house. They went straight to the kitchen and spotted a plate of cookies on the table. "Cookies," Isaac said with a big smile as he grabbed one. Dilna too grabbed a cookie. "Mom, it's raining," Isaac shouted. There was no reply. ഇതാണ് നമ്മുടെ ഫസ്റ്റ് പാസേജ്. ഇനി എന്തൊക്കെയാണ് റീഡിംഗ് ടിപ്സ് എന്നറിയണ്ടേ? ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് തിങ് ഇസ് whenever, whatever you are reading, you should read it loudly and clearly. നിങ്ങൾ എന്ത് തന്നെ വായിച്ചാലും ആ വായിക്കുന്നത് വ്യക്തമായി ഉച്ചത്തിൽ വായിക്കണം. മനസ്സിലായല്ലോ? സെക്കൻഡ് പോയിന്റ് ഇസ് യു ഷുഡ് ബി വെരി കെയർഫുൾ അബൌട്ട് ദ പ്രൊനൗൺസിയേഷൻ ഓഫ് ദ വേർഡ്സ്. ഓരോ വാക്കിൻ്റെയും കറക്റ്റ് പ്രൊനൗൺസിയേഷൻ, നിങ്ങൾ അതിൻ്റെ ഉച്ചാരണം നിങ്ങൾ ശ്രദ്ധിക്കണം. എങ്ങനെയാണ് നമുക്ക് ഈ ഉച്ചാരണം ഭംഗിയാക്കാൻ പറ്റുന്നത്, മെച്ചപ്പെടുത്താൻ പറ്റുന്നത്? അതിനൊരു കാര്യം ചെയ്യേണ്ടത്, നിങ്ങളുടെ ടീച്ചർ ക്ലാസ്സിൽ വായിച്ചു തരുമ്പോൾ ഓരോ വാക്കുകളും ടീച്ചർ എങ്ങനെയാണ് പ്രൊനൗൺസ് ചെയ്യുന്നതെന്ന് നിങ്ങൾ വ്യക്തമായിട്ട് ശ്രദ്ധിക്കണം. തേർഡ് വൺ ഇസ് എക്സ്പ്രഷൻ ആൻഡ് ഇമോഷൻ. വെൻ ദേ ഡെലിവർ ഡയലോഗ് ഇൻ ബിറ്റ്വീൻ ദ പാസേജ്. ഒരു പാസേജിൽ നിങ്ങൾക്ക് ഒത്തിരി ഡയലോഗ്സ്, ഒത്തിരി സംഭാഷണങ്ങൾ കാണാൻ പറ്റും. അത് ആ ക്യാരക്ടർ പറയുന്ന അതേ ഇമോഷനോട് കൂടെ, അതേ എക്സ്പ്രഷനോട് കൂടെ നിങ്ങളും പറയാൻ ശ്രദ്ധിക്കണം. അടുത്ത തവണ നിങ്ങൾ വായിക്കുമ്പോൾ ഈ ടിപ്സ് ശ്രദ്ധിക്കില്ലേ? ഇത് എപ്പോഴും ഏത് പാസേജ് വായിക്കുമ്പോഴും ഈ ടിപ്സ് ശ്രദ്ധിച്ചാൽ നിങ്ങളുടെ റീഡിംഗ് നിങ്ങൾക്ക് വളരെ മനോഹരമാക്കാം. ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾ മോഡൽ റീഡിങ്ങിനായിട്ട് നിങ്ങളുടെ ടീച്ചറിനെ തന്നെ തിരഞ്ഞെടുക്കുക. അതുവഴി നല്ല ഉച്ചാരണവും എവിടെയാണ്, എപ്പോഴാണ്, എങ്ങനെയാണ് നിർത്തേണ്ടതെന്നും തുടങ്ങേണ്ടതെന്നും ഒരു സംഭാഷണം എങ്ങനെയാണ് ഡെലിവർ ചെയ്യേണ്ടതെന്നും നിങ്ങൾക്ക് മനസ്സിലാകും. ഇനിയും ഇത്തരം വീഡിയോസുമായിട്ട് ടീച്ചർ വീണ്ടും വരാം. അതുവരെ bye.